CET കോഴ്സാണ് പ്ലംബർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ തരത്തിലുള്ള പൈപ്പുകളെ പറ്റിയുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സിസ്റ്റം ഓഫ് പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഒഴുകുന്ന പദാർത്ഥങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന എല്ലാ സിസ്റ്റത്തെയും നമ്മൾ പ്ലംബിംഗ് എന്നാണ് പറയുന്നത്. ഇത് വളരെയധികം സ്കോപ്പുള്ളൊരു ട്രേഡാണ് പ്ലംബർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ തരത്തിലുള്ള പ്ലംബിംഗ് വർക്കുകൾ, പൈപ്പുകൾ, എല്ലാ തരത്തിലുള്ള പൈപ്പുകൾ, അതായത് PVC, GI, AC, DI, കാസ്റ്റ് അയൺ, സ്റ്റോൺ വെയർ, ഇങ്ങനെ പലതരത്തിലുള്ള പൈപ്പുകളുടെ വർക്കുകൾ ഇവിടെ ചെയ്യുന്നു. അതിനകത്ത് കൂടാതെ എല്ലാ തരത്തിലുള്ള അക്സസറികളും ഫിറ്റിങ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 1 ഇയർ കോഴ്സാണ്. ലോകത്ത് വളരെയധികം ചാൻസ് ഉള്ള, വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും വളരെ ചാൻസ് ഉള്ള ഒരു കോഴ്സാണ് പ്ലംബർ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അതുകൂടാതെ നമ്മുടെ PSC ആയാലും PSCയിൽ പല പോസ്റ്റുകളിലേക്കും പ്ലംബറായിട്ടും അതുവരെ തന്നെ ട്രേഡ്സ്മാനായിട്ടും വർക്ക്ഷോപ്പ് അറ്റൻഡറുകളായിട്ടും അതുവരെ തന്നെ മീറ്റർ റീഡർമാരുടെ പോസ്റ്റുകൾ ഇതിനകത്തൊക്കെ പ്ലംബർമാർ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ITI ഇൻസ്ട്രക്ടർമാരുടെ പോസ്റ്റുകളിലേക്കും ITI പ്ലംബർമാർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ വിദേശത്ത് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലംബിംഗ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്ലംബർ വർക്കുകൾ ചെയ്യാം, പ്ലംബിംഗ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. അതുകൂടാതെ ഫോർമാൻ, ചാർജൻ്റ് ഫോർമാൻ, സൂപ്പർവൈസർ എന്നീ നിലകളിലേക്ക് വരാനുമായിട്ടും വളരെ സ്കോപ്പുള്ള, ഇപ്പോൾ തന്നെ ഇവിടുന്ന് വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുകൾ സ്വദേശത്തും വിദേശത്തുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചാൻസുള്ളൊരു കോഴ്സാണ്. ഇലക്ട്രീഷ്യൻ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രീഷ്യൻ ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കുന്നൊരു കാര്യം ആലോചിക്കാനേ സാധിക്കില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി എവിടെയുണ്ടോ അവിടെ ഒരു ഇലക്ട്രീഷ്യൻ ആവശ്യമാണ്. ഒരു സ്കിൽഡ് ഇലക്ട്രീഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഇവിടെ സിലബസ് NSQF ലെവൽ 4 സിലബസാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ട്രെയിനീസിനെ ഇലക്ട്രിക്കലി എല്ലാ കാര്യങ്ങളിലും പ്രാപ്തരാക്കുക, സ്കിൽഡ് വർക്കറാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാനൽ ബോർഡുകൾ, അതേപോലെ തന്നെ AC മോട്ടറുകൾ, DC മോട്ടറുകൾ, വയറിംഗ്, അതുപോലുള്ള ഇലക്ട്രിക്കൽ അനുബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും, ഹോം അപ്ലയൻസസിൻ്റെ മെയിൻ്റനൻസ്, അതേപോലെയുള്ള എല്ലാ വർക്കുകളും തന്നെ ഇവിടെ വളരെ വിദഗ്ധമായ രീതിയിൽ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കീഴിൽ ട്രെയിനിങ് നൽകുന്നുണ്ട്. അതിന് പ്രാപ്തരായിട്ടുള്ള 4 ഇൻസ്ട്രക്ടർമാരാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് ITI കളമശ്ശേരിയിലെ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ളത്. 2 ബാച്ചായിട്ടാണ് ഇവിടെ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ കോച്ചിങ് നടക്കുന്നത്, ട്രെയിനിങ് നടക്കുന്നത്. ഫസ്റ്റ് ബാച്ച് സീനിയർ ട്രെയിനീസും സെക്കൻഡ് ബാച്ച് ജൂനിയർ ട്രെയിനീസുമാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ മെഷീനറികളുടെയും വർക്കിങ്ങും അതിൻ്റെ ഇറക്ഷനും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസും ചെയ്യുന്നതിന് വേണ്ടി ട്രെയിനീസിനെ പ്രാപ്തരാക്കാനായിട്ട് ഈ വർക്ക്ഷോപ്പ് വളരെ അധികം ഉപകാരപ്പെടും. ഈ ട്രേഡിന്റെ പേര് വെൽഡർ എന്നാണ്. 1 വർഷത്തെ കോഴ്സാണ്. അതിന്റെ എൻട്രി ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് പാസ്സാണ്. 1 വർഷം 80 പേർക്കാണ് സീറ്റ് കൊടുക്കുന്നത്. ടിഗ്, മിഗ്, ആർക്ക്, ഗ്യാസ് എന്ന് 4 വിഭാഗമായിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. കോഴ്സ് സക്സസ് ആയിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ NCB പോലെ നാഷണൽ ലെവലുള്ള കമ്പനികളിൽ ജോലി സാധ്യതയും അതിനുശേഷം വിദേശത്ത് ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി കിട്ടുന്നതാണ്. ഇത് ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ് എന്ന് പറയും. ഇവിടെ ഒരു 7 വർഷ കോഴ്സാണ്. ഇതൊരു നോൺ മെട്രിക് കോഴ്സാണ്. 10ാം ക്ലാസ് പാസ്സാവാത്ത സ്റ്റുഡൻസിന് പോലും ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. ഇവിടെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് വെച്ചാൽ പലതരം ഷീറ്റുകളുള്ള പല രൂപങ്ങളും കാര്യങ്ങളുണ്ടാക്കുക, മെയിനായിട്ടുള്ള ഡക്ട് വർക്കുകൾ, ബോഡി ഡെൻറ്റിങ് വർക്കുകൾ, ചെറിയ രീതിയിലുള്ള വെൽഡിങ്ങുകൾ, ഇതെല്ലാമാണ് ഇവിടെ നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ഇവർക്ക് ഒരു വൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് നാട്ടിലായാലും പുറത്തായാലും ഗവൺമെൻറ് സെക്ടറിലായാലും. ഇപ്പോൾ പുറത്താണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കൂടുതൽ ഡക്ട് വർക്കിംഗ് കാര്യങ്ങളെല്ലാം അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ഇതെല്ലാം ഇവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഗവൺമെൻറ് സെക്ടർ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് പ്രതിരോധ വിഭാഗത്തിലാണ് ഇവർക്ക് ഏറ്റവും ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് വരുന്നു, ഇന്ത്യൻ റെയിലിനകത്തുണ്ട്, പിന്നെ നേവിയിനകത്തുള്ള രീതിയിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്നത്. പിന്നെ സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനും ഇവർക്ക് അവസരങ്ങളുണ്ട്.
ഷീറ്റ് മെറ്റലിൻ്റെ വർക്കുകളും കൂടാതെ വെൽഡിംഗ് കൂടി അറിയാവുന്നതുകൊണ്ട് ഇവർക്ക് ഒരു വൈഡ് ആയിട്ടുള്ളൊരു കഴിവും കാര്യങ്ങളും ഇതിലൂടെ ചെയ്യുന്നു. DGT രാജ്യത്തെ 10 പോപ്പുലർ ട്രേഡുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെക്കാനിക് ഡീസൽ ട്രേഡ് നിരവധി അവസരങ്ങൾ കുട്ടികൾക്ക് തുറന്നു നൽകുന്നു. രാജ്യത്തെ വിവിധ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള വാഹന നിർമ്മാതാക്കൾ, അതോടൊപ്പം അതിൻ്റെ സർവീസ് കേന്ദ്രങ്ങൾ, കപ്പൽ നിർമ്മാണശാല, ഇന്ത്യൻ റെയിൽവേ, ഓയിൽ റിഫൈനറികൾ, KMML, DRDO തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി നിരവധി അവസരങ്ങളാണ് മെക്കാനിക് ഡീസൽ ട്രേഡ് പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നത്. ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ട്രേഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. NCVT 2 വർഷ ട്രേഡാണ് ഇൻസ്ട്രുമെന്റേഷൻ. ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ സൈഡാണ് തീരുമാനിക്കുന്നത്. ഒരു കമ്പനിയിലെ ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയേഴ്സും ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യന്മാരുമാണ് അതിൻ്റെ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അതിന് നിരവധി ഇൻഡസ്ട്രിയൽ പാരാമീറ്റേഴ്സിനെ നമുക്ക് മെഷർ ചെയ്യേണ്ടതായി വരും, അതുപോലെ കൺട്രോൾ ചെയ്യേണ്ടതായി വരും. അതിനുവേണ്ടി നിരവധി ട്രാൻസ്മിറ്ററുകളും സെൻസറുകളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്ര പഠനമാണ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത്. ഈ എക്യുപ്മെന്റുകളുടെ കാലിബ്രേഷൻ, യഥാ സമയങ്ങളിലുള്ള കാലിബ്രേഷനും ഇതിന്റെ ഭാഗമാണ്. എന്നാൽ മാത്രമാണ് ഒരു പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇൻസ്ട്രുമെന്റേഷന്റെ തൊഴിൽ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലും അതുപോലെ റെയിൽവേ, ISR പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമെല്ലാം വളരെയധികം ജോലി സാധ്യതകളുണ്ട്. പ്രൈവറ്റ് മേഖലകളിലാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയുള്ള ഫുഡ് ആൻഡ് ബിവറേജസ് കമ്പനികൾ, അപ്പോളോ ടയേഴ്സ് പോലുള്ള പ്രൈവറ്റ് കമ്പനികൾ, ഇതെല്ലാം വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു ട്രേഡാണ് ഇൻസ്ട്രുമെന്റേഷൻ. ഇവിടെ നമ്മുടെ ഈ ലാബിനെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഇൻഡസ്ട്രിയലി പുതിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അതുപോലെ പോളിടെക്നിക്കിൽ നിന്നും കുട്ടികൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിനോട് വരുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഒരു ഷോർട്ട് ടൈം കോഴ്സ് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രേഡ് വളരെയധികം ഏറ്റവും പുതിയ ട്രേഡുകൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ട്രേഡായിരിക്കും. ഡ്രാഫ്റ്റ്മാൻസ്മാൻ കോഴ്സിനെ പറ്റിയാണ്. ഇത് ഒരു NCVT അംഗീകൃത കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. ഇതിൽ സിവിൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ് ഈ ഒരു കോഴ്സ് എടുക്കുന്നത്. ഇതിൽ കെട്ടിടങ്ങൾ കൂടാണ്ട് റെയിൽവേ, റോഡ്, ബ്രിഡ്ജ്, ഇറിഗേഷൻ എന്നീ മേഖലയിലുള്ള ഒരു സാങ്കേതികമായിട്ടുള്ളൊരു പഠന മേഖലയാണ് ഈ ഒരു കോഴ്സ് ഒരുക്കുന്നത്. ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 2 വർഷം ട്രേഡാണത്. ഇതിൽ 24 ട്രെയിനേഴ്സിനാണ് ഇതിനൊക്കെ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കോഴ്സിൻ്റെ സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ പൊതുമേഖല, സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരുപാട് ഒട്ടനവധി വേക്കൻസികളാണ് ഇതിലുള്ളത്. ഇന്ന് സർക്കാർ ജോലിയിൽ സാങ്കേതിക വകുപ്പിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് സിവിൽ എഞ്ചിനീയറിംഗിലെ ITI കോഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒട്ടനവധി വേക്കൻസികളാണ് ഇന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റ്മാൻഷിപ്പിൽ പാസ്സായ കുട്ടികൾക്ക് നേടിയെത്തുന്നത്. സർവേ ട്രേഡ് NCVT അഫിലിയേഷനുള്ള 2 വർഷ കോഴ്സാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1ാം വർഷം ഇതിൽ കൺവെൻഷണൽ മെത്തേഡായിട്ടുള്ള ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ഡിവിഷൻ സർവേ എന്നീ പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഓട്ടോകാഡ് ഡ്രോയിങ് ഇതും പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2ാം വർഷത്തിൽ അഡ്വാൻസ്ഡ് സർവേയിങ് ടെക്നിക്കായിട്ടുള്ള ടോട്ടൽ സെഷൻ, DGPS എന്നിവയിൽ ഇവരുടെ പഠന ഭാഗമായിട്ടുണ്ട്. ഒപ്പം ഹൈഡ്രോഗ്രാഫിക് സർവേ, ട്രാൻസ്മിഷൻ ലൈൻ സർവേ എന്നിവയും പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് കോഴ്സ് പൂർത്തിയാക്കിയ ഒരാൾക്ക് സർക്കാർ സ്വകാര്യ മേഖലയിൽ അനവധി തൊഴിലവസരങ്ങളുണ്ട്. ഒപ്പം ഒരു സ്വയം സംരംഭകനാവാനും ഇതിൽ സാധിക്കുന്നതാണ്. നല്ല ഉപരിപഠനത്തിന് ആഗ്രഹമുള്ളവർക്ക് ഡിപ്ലോമ വഴി, ലാറ്റർ എൻട്രി വഴി ഡിപ്ലോമ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനും അതിനുശേഷം ബിരുദം നേടാനും സാധിക്കുന്നതാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന ഈ ട്രേഡിൽ 2 വർഷം പ്രധാനമായും ബേസിക് ഇലക്ട്രിസിറ്റി, പുതിയ മൈക്രോ കൺട്രോളർ, പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഫൈബർ ഒപ്റ്റിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, മൊബൈൽ ഫോൺ സർവീസിംഗ്, LED TV തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ട്രെയിനിങ് കൊടുക്കുന്നു. ഈ കോഴ്സിന് ശേഷം അപ്രന്റീസ്ഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അടക്കം ജോലി സാധ്യതയുണ്ട്. അതുപോലെ കേരള പോലീസ് വയർലെസ് ഓപ്പറേറ്റർ, KSEB മീറ്റർ റീഡർ എന്നീ പോസ്റ്റുകളിലെല്ലാം ഈ ട്രേഡിൽ നിന്നാണ് വിദ്യാർത്ഥികൾ എടുക്കുന്നത്. സ്വന്തമായി കൺസ്യൂമർ ഇലക്ട്രോണിക് ഡിവൈസുകളും ഇൻഡസ്ട്രിയലായിട്ടുള്ള ഇൻവെർട്ടർ, സോളാർ സിസ്റ്റം മുതലായവയും ഇവർക്ക്
സർവീസ് ചെയ്യാനും നിർമ്മിക്കാനും സാധിക്കുന്നത്. സെക്ടർ വിഭാഗത്തിൽ വരുന്ന മെക്കാനിക്കൽ ട്രേഡാണ് വുഡ് വർക്ക് ടെക്നീഷ്യൻ അഥവാ WWT. കാർപ്പൻറ്റർ എന്നാണ് മുൻപ് ഈ കോഴ്സ് അറിയപ്പെട്ടിരുന്നത്. 1 വർഷ കാലാവധിയുള്ള കോഴ്സിലേക്ക് 8ാം ക്ലാസ് പാസ്സാണ് നമ്മൾ അപേക്ഷിക്കേണ്ട യോഗ്യതയെ കണക്കാക്കുന്നത്. സ്വദേശത്തും വിദേശത്തും അടക്കം ധാരാളം തൊഴിലവസരങ്ങളുള്ള കോഴ്സാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇന്ത്യൻ റെയിൽവേ, എയർക്രാഫ്റ്റ് തുടങ്ങി പല മേഖലകളിൽ വൻ തൊഴിലവസരങ്ങളുള്ള ഒരു ട്രേഡാണ്. 100% പ്ലേസ്മെൻറ്റോടുകൂടി ലഭിക്കുന്ന ഏക ട്രേഡ് WWT ആണ്. പ്ലാസ്റ്റിക് പ്രസ്സിംഗ് ഓപ്പറേറ്റർ ട്രേഡ് കളമശ്ശേരി ഐറ്റയിലും കേരളത്തിൽ കളമശ്ശേരി ഐറ്റയിലും ചന്ദനത്തോപ്പ് ഐറ്റയിലും മാത്രമുള്ള ട്രേഡാണ്. ഇതിന് വളരെയധികം ജോലി സാധ്യതകളുള്ള ട്രേഡാണ്. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചും അത് ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന മെഷീനറികളുടെ ഓപ്പറേഷൻസുമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും സർക്കാർ തലത്തിലുമൊക്കെ കൂടുതൽ ജോലി സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ വിദേശത്ത് പോകുന്നവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്ലാസ്റ്റിക് പ്രസ്സിംഗ് ഓപ്പറേറ്റർ ട്രേഡ് ഓഫർ ചെയ്യുന്നത്. ട്രേഡ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ വിവിധ കമ്പനികളിലായിട്ട് പ്ലേസ്മെൻറ്റുകൾ നമ്മൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ പ്ലേസ്മെൻറ്റുകൾ കിട്ടാറുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയോടുകൂടിയാണ് ഈ ട്രേഡിൻ്റെ അടിസ്ഥാന യോഗ്യത. കളമശ്ശേരി ഐറ്റയിലാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ മെഷീനറികൾ ഈ ട്രേഡിലേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷൻ മോൾഡിങ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള വിൻസർ കമ്പനിയുടെ ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീൻ, അതുപോലെ സ്ട്രെച്ച് ബ്ലോ മോൾഡിങ് മെഷീൻ അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആധുനിക മെഷീനറികളും ഉള്ളൊരു ട്രേഡാണ്. കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വരുന്ന 1 ഇയർ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡാണ്. NSQ ലെവൽ 3 ഉൾപ്പെട്ടിട്ടുള്ള ഈ ട്രേഡിൽ പഠിക്കാനുള്ളത് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, പീപ്പിൾ സ്കിൽസ്, അതുപോലെ തന്നെ ഹോട്ടൽ റിസപ്ഷൻ എന്നീ പാഠഭാഗങ്ങളാണ്. ഈ കോഴ്സ് കംപ്ലീറ്റായി ഇറങ്ങുന്ന ഒരു ട്രെയിനിങ് പല ഹോട്ടൽസിൽ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ്, മൾട്ടിനാഷണൽ കമ്പനീസ്, പല സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ്, അതേപോലെ തന്നെ ഫ്രണ്ട് ഡെസ്ക് അസോസിയേറ്റ് എന്നീ തസ്തികകളിൽ ജോലി സാധ്യത ലഭിക്കാവുന്നതാണ്. വ്യവസായ മേഖലയിൽ മെഷീനുകളുടെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊട്ടസൂചി മുതൽ എയ്റോപ്ലെയിൻ, ഷിപ്പ്, ഓട്ടോമൊബൈൽ എൻജിൻസ്, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്, മിസൈൽസ് തുടങ്ങിയവയുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ന് മെഷീനുകളുടെ സഹായത്തോടു കൂടിയാണ്. ഇൻഡസ്ട്രികളിൽ പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന മെഷീനുകളായ ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻസ്, സ്ലോട്ടിംഗ് മെഷീൻസ്, ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡർ, സർഫേസ് ഗ്രൈൻഡർ, സിലിണ്ടറിൽ ഗ്രൈൻഡിംഗ് മെഷീൻസ്, CNC മെഷീൻസുകളായ ടേണിംഗ് സെൻറ്റർ, മെഷീനിങ് സെൻറ്റർ തുടങ്ങിയ മെഷീൻ ടൂളുകളിൽ വിദഗ്ധ പരിശീലനം നൽകി ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായ തൊഴിൽ വിദഗ്ധരെ വാർത്തെടുക്കുന്ന ട്രെയിനിങ്ങാണ് മെഷീനിസ്റ്റ് ട്രേഡിൽ 2 വർഷത്തെ പരിശീലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ഇയർ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കി ട്രേഡ് ടെസ്റ്റ് വിജയിക്കുന്ന ട്രെയിനികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന NCVT സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. NCVT സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലും എല്ലാ വിദേശ രാജ്യങ്ങളിലും അംഗീകാരമുള്ളതാണ്. മെഷീനിസ്റ്റ് ട്രേഡിലെ ട്രെയിനിങ് പൂർത്തിയാക്കിയ ട്രെയിനികൾക്ക് ധാരാളം തൊഴിൽ സാധ്യതകളാണ് നിലവിലുള്ളത്. കേരളത്തിനകത്ത് തന്നെ HMD, ഇന്ത്യൻ റെയിൽവേ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, FACT, ടെൽക്ക്, ISR യൂണിറ്റുകളായ VSSC, LPSSC, IISU എന്നിവയിലും NPOL, DRDO, ബ്രഹ്മോസ് എയറോസ്പേസസ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളിലും ITI, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഇൻസ്ട്രക്ടർ, ടെക്നീഷ്യൻ, മെഷീനിസ്റ്റ്, മെഷീൻ ഓപ്പറേറ്റർ, ട്രേഡ്സ്മാൻ, വർക്ക്ഷോപ്പ് അറ്റൻഡർ എന്നീ തസ്തികകളിൽ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. കൂടാതെ നിരവധി
പ്രൈവറ്റ് ഇൻഡസ്ട്രികളിലും അനവധി തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ട്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് മെക്കാനിക്കൽ ട്രേഡാണ്. മെക്കാനിക്കൽ സംബന്ധമായുള്ള എല്ലാ ജോലികൾക്കും പ്രാപ്തരാക്കുന്ന ഈ ഐറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെയിനികൾ പഠിക്കുന്ന ഒരു ട്രേഡ് കൂടിയാണ്. 4 ബാച്ചുകളിലായി 84 കുട്ടികളാണ്. 2 വർഷത്തെ കോഴ്സാണ്. മെട്രിക് ട്രേഡിൽ വരുന്ന ട്രേഡാണ്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IT ട്രേഡുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് ഇറങ്ങുന്ന ഫിറ്ററിലാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയും ഫിറ്റർ ട്രേഡിലാണ്. പിന്നെ ഫിറ്റർ ട്രേഡിനെ സംബന്ധിച്ച് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഒട്ടനവധി വേക്കൻസികൾ വരുന്നതാണ്. പ്രത്യേകിച്ച് ടെക്നീഷ്യൻ, ഓപ്പറേറ്റർ, ഹെൽപ്പർ എന്നീ തസ്തികകൾ ഫിറ്റർ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ നടക്കുന്ന ജോബ് ഫെയറിലും കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുന്ന ഫിറ്റർ ട്രേഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ട്രേഡാണ്. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ട്രേഡ് NSQF ലെവൽ 4 പ്രകാരമുള്ള കോഴ്സാണ്. 2 വർഷമാണ് കോഴ്സിൻ്റെ ദൈർഘ്യം. ന്യൂ ജനറേഷൻ വാഹനങ്ങളുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനവും ഡ്രൈവിംഗ് പരിശീലനവും ഇലക്ട്രിക്കൽ വാഹനങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനവും കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാരുതി സുസുക്കി ഇന്ത്യയുമായും വോക്സ്വാഗൻ ഇന്ത്യയുമായും MOU ഉള്ളതിനാൽ അവരുടെ വിശദമായ ട്രെയിനിങ്ങും ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. സ്വദേശത്തും വിദേശത്തുമുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സെക്ടറിലും നിരവധി തൊഴിലവസരങ്ങളും സ്വയം തൊഴിലുള്ള അവസരങ്ങളും ഈ കോഴ്സിലൂടെ ലഭിക്കും.